അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തേവരയിലുള്ള ഫോക്ലോർ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സിറ്റിയുടെ അകത്തുള്ള കുറച്ച് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ടിട്ട് നോക്കാം അല്ലേ. ബാ. അപ്പോൾ ഈ കാണുന്നതാണ് ഫോക്ലോർ മ്യൂസിയം. നമ്മുടെ കേരളത്തിൻ്റെ പഴയ സംസ്കാരവും പാരമ്പര്യവും ഒരുമിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അത്ഭുതകരമായ മ്യൂസിയം. കേരളത്തിൻ്റെ നാടൻ കലകളും ചരിത്രവും പഴയകാല ജീവിത രീതിയും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ട്രഷർ പോലെയുള്ള സ്ഥലമാണ്. തേവര കുണ്ടന്നൂർ പാലത്തിൻ്റെ തൊട്ട് അരികിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ലോകം മുഴുവൻ നിന്നുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിട്ടുണ്ട്. കേരള ഫോക്ലോർ മ്യൂസിയത്തിന്റെ തുടക്കം 2009 ഈ മ്യൂസിയം ആരംഭിച്ചത് പ്രശസ്ത കലാസമാഹാരനായ ജോർജ് തളിയത്താണ്. കേരളത്തിന്റെ പഴയ കലാവസ്തുക്കൾ, നാടൻ കലാരൂപങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, പഴയ ആയുധങ്ങൾ തുടങ്ങിയവ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏകദേശം 5000-ലധികം പുരാതന വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു സാധാരണ മ്യൂസിയം അല്ല, ഇതൊരു ലിവിങ് മ്യൂസിയം എന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം തന്നെ ഒരു വലിയ അട്രാക്ഷനാണ്. 3 നിലകളുള്ള ഈ കെട്ടിടം കേരളത്തിന്റെ പഴയ നാടൻ ക്ഷേത്ര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ട്സിന് 200 രൂപയാണ്. കൂടാതെ നമുക്ക് വീഡിയോഗ്രാഫി ഒക്കെ എടുക്കുന്നതിന് അഡീഷണൽ 100 രൂപ കൂടി കൊടുക്കേണ്ടി വരും. കെട്ടിടത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസുകളും അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഒക്കെ ഇവിടെ കാണാം. മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് മരം കൊണ്ടാണ് ഇവിടെ പണികളൊക്കെ തീർത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു കൊട്ടാരം വൈബ് ഫീൽ ആവുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് മ്യൂസിയത്തിന്റെ പ്രധാന കവാടം എന്ന് പറയുന്നത്. മണിച്ചിത്രത്താഴിന്റെ ഒരു മാതൃകയിലാണ്. അപ്പോൾ അകത്ത് കൂടുതലും പുരാതന വസ്തുക്കളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് പഴക്കം ചെന്ന വസ്തുക്കളും അതുപോലെ തന്നെ പഴയ ക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന വസ്തുക്കളാണ് കൂടുതലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാണുന്ന കുതിരയുടെ ഒരു സ്കൾപ്ചർ എന്ന് പറയുന്നത് തികച്ചും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വസ്തു ഡാൻസിങ് ഡോൾ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് തികച്ചും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 18th സെഞ്ചുറിയിൽ നിർമ്മിച്ച ഒരു പുരാതന വസ്തുവാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിന്റെ മാതൃക തികച്ചും ചന്ദനവും കോപ്പറും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് സിംഹങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ആട്ടിട. ഇത് കൊള്ളാമല്ലോ. ഈ കാണുന്നത് ഛത്രപതി ശിവാജിയുടെ ഒരു ശില്പമാണ്. ഇത് തികച്ചും ബ്രോൺസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 18ാം സെഞ്ചുറിയിൽ നിർമ്മിച്ച ഒരു ശില്പമാണ് എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് 15ാം 16ാം സെഞ്ചുറിയിൽ തികച്ചും മരത്തിൽ പണി കഴിപ്പിച്ച അന്നത്തെ അൾത്താരയുടെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ പള്ളികളുടെ ഭാഗമായിരുന്ന രൂപങ്ങളുടെ ഒരു കളക്ഷനാണ്. കാണുന്ന ഒരു ഐറ്റം അടിപൊളിയാണ്. കാര്യം ഇത് പണ്ടത്തെ ഒരു മണ്ണെണ്ണ ഉപയോഗിച്ച് കറക്കിയിരുന്ന ഫാനാണത്.
അതായത് പ്രധാനമായും പഴയ കഥകളി മാസ്കുകൾ, തെയ്യം വേഷങ്ങൾ, പുരാതന ആയുധങ്ങൾ, പിന്നെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ദീപങ്ങൾ, പിന്നെ പഴയ നൃത്തോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, ഇവയെല്ലാമാണ് നമുക്ക് കൂടുതലായും കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വിളക്കുകളാണ്. ഇത് പഴയ താളിയോല ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ തെയ്യം അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസുകളാണ് ഈ കാണുന്നതൊക്കെ. കൊലത്താഴെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പഴയ ടൈപ്പ് ഓഫ് ലോക്കിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ പണ്ടത്തെ ത്രാസ് അല്ലേ. തെയ്യം കലാരൂപങ്ങളുടെ പല പല മുഖഭാവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിച്വൽ ആർട്ട് ഫോമാണ് തെയ്യം എന്ന് പറയുന്നത്. വലിയ തലവേഷങ്ങളും നിറമേറിയ അലങ്കാരങ്ങളും തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കാണുന്നത് തെയ്യം അവതരിപ്പിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ഉപയോഗിക്കുന്ന വാളാണ് കേട്ടോ. തെയ്യം സ്വാഡ് എന്നാണ് ഇതിരിക്കുന്നത്. ഈ കാണുന്നത് ചെലമ്പ്, ആ പഴയ ചെലമ്പുകളൊക്കെയാണ്. പഴയ ഊന്നുവടികൾ ഒരുപാടുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ഒരുപാട് ഓർണമെന്റ്സുകളൊക്കെ ഉണ്ട്. പഴയ കാലത്തെ ഓർണമെന്റ്സ്, ട്രഡീഷണൽ ജ്വല്ലറീസ്, ഒരുപാട് പൈസകൾ കൊണ്ട് നിർമ്മിച്ച കുറെ മാലകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. 25 പൈസ കൊണ്ട് നിർമ്മിച്ച ഈ മാല ഉണ്ടോ. തൊട്ടപ്പുറത്ത് 50 പൈസയും കൊണ്ട് നിർമ്മിച്ച മാലകളൊക്കെ ഉണ്ടോ. ഈ കാണുന്നത് ഏതൊരു പഴയ അമ്പലത്തിൻ്റെ ഡോറായിരുന്നു കേട്ടോ. ടെമ്പിൾ ഡോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പഴയ
ഡോറ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം. ഈ വച്ചിരിക്കുന്ന ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. അതായത് പട്ട് സാരികളും അതുപോലെ തന്നെ പഴയ കലകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. ചാൾസ് രാജകുമാരനൊക്കെ ഈ ഫോക്ലോർ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അന്ന് വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കാം. ഈ കാണുന്നത് വലിയൊരു സെറാമിക് ജാറാണ്. അതായത് പണ്ട് കാലങ്ങളിൽ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ സൂക്ഷിച്ച് ഇട്ട് വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭരണി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് റോസ് വുഡ് ടേബിൾ ഇൻഡോ പോർച്ചുഗീസ് 1950 നിർമ്മിച്ച ഒരു വസ്തുവുണ്ടോ. ഇവിടെ കുറേ പേര് വരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇതാണ്ട് തൊട്ടപ്പുറത്തും വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ മച്ചിൻ്റെ മുകളിൽ, മച്ചെന്ന് പറയാൻ പറ്റില്ല, റൂഫിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരുപാട് കലകളുടെ, അതായത് മോഹിനിയാട്ടം, തെയ്യം, കഥകളി, ഭരതനാട്യം, അങ്ങനെയുള്ള എല്ലാ കലകളുടെയും ചിത്രപ്പണികളോട് കൂടിയാണ് മേൽക്കൂര നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഒറ്റക്കുഴി പെട്ടി. അതായത് പണ്ട് കാലങ്ങളിൽ മരുന്നുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മരത്തിൽ തീർത്ത ഒരു ഷെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതേപോലത്തെ ഒരുപാട് കാളക്കൊമ്പുകളൊക്കെ നമ്മൾ മട്ടാഞ്ചേരിയിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഓർണമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ടെമ്പിൾ ജ്വല്ലറീസ്. ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ ദിവ്യബലിക്ക് യൂസ് ചെയ്തിരുന്ന കാസകളാണ്. ഈ കാണുന്നതൊക്കെ പഴയ നാണയങ്ങളാണ്. അതായത് ചെമ്പും കോപ്പറും ഗോൾഡും കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരുപാട് നാണയങ്ങൾ നല്ല മനോഹരമായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് അങ്ങോട്ട് അടിപൊളി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.